വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞെട്ടലുളവാക്കുന്നതാണ്. 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമായി ഒരമ്മ ഓട്ടോറിക്ഷയിൽ കേരളത്തിലെ ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജിൻ്റെ സമീപം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ കയ്യിലേക്ക് പെൺകുഞ്ഞിനെ കൊടുത്തിട്ട് മരുന്ന് വാങ്ങാനായി പോയ സമയം എൻ്റെ സുഹൃത്ത് വേറൊരു വണ്ടിയിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ അനങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പതിയെ മിററിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് ഇദ്ദേഹം ഈ പെൺകുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഓട്ടോറിക്ഷയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഈ അമ്മ മരുന്ന് വാങ്ങി തിരിച്ചു വന്നപ്പോഴും എൻ്റെ സുഹൃത്ത് ഈ മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെൺകുഞ്ഞിൻ്റെ അമ്മയടക്കം പറയുകയാണ്, ഇതെൻ്റെ അടുത്ത ബന്ധുവാണ്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം? അമ്മ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത് ഇതെങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചാൽ 1 വയസ്സുള്ള ഒരു പെൺകുഞ്ഞു പോലും സുരക്ഷിതയല്ല ഈ ലോകത്തിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മൾ കുഞ്ഞുങ്ങളെ, അത് ആൺകുഞ്ഞുങ്ങളാകട്ടെ പെൺകുഞ്ഞാകട്ടെ, ആരുടെയെങ്കിലും കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഏറെ സൂക്ഷിക്കേണ്ടതില്ലേ? അമ്മമാരല്ലേ ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത്? എല്ലാവരെയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചപ്പോഴും ഒരമ്മ തൻ്റെ ഭിന്നശേഷിക്കാരിയായ കുഞ്ഞിനു വേണ്ടി 16 വർഷം ഒരു കേസ് നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരാപത്ത് വരാതെ തടയുന്നതല്ലേ നല്ലത്? എല്ലാ അമ്മമാരുടെയും മനസ്സിലേക്ക് ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ഇതൊന്ന് കടന്നു ചെല്ലേണ്ടതല്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ അടുത്ത വീട്ടിലും അടുത്ത ബന്ധുക്കളുടെ അടുക്കലും എന്തിനേറെ സ്വന്തം കുടുംബാംഗങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധ ആവശ്യമല്ലേ? ഒരു കൗൺസിലർ എന്ന നിലയിൽ ഏറെ ഇതുപോലെയുള്ള സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കുറച്ചെല്ലാം അലക്ഷ്യമായി കഴിയുന്ന മാതാപിതാക്കൾ ഇതിന് ഉത്തരവാദികളല്ലേ? തീർച്ചയായും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കഴിയുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്താൽ ഞങ്ങൾക്ക് അത് ഏറെ പ്രോത്സാഹനജനകമാണെന്ന് കൂടെ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നന്ദി.